ഗുഡ് ഈവനിങ് ഡേയ്സ്. ദിസ് ഇസ് സിയാത്തിലിക്കൽ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കിടക്കാം. അങ്ങനെ നിഫ്റ്റി ഇന്ന് 25,000 തൊട്ടടുത്ത് വന്ന് പോസിറ്റീവായ രീതിയിൽ 100 പോയിൻറ്റിൻ്റെ വളരെ ഡീസൻ്റ് ആയിട്ടുള്ള റാലി. ഇന്നലത്തെ ആ ഒരു ഗ്യാപ്പ് അപ്പ് ഒന്നും തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാതെ സ്ട്രെങ്തൻ ചെയ്ത് മാർക്കറ്റ് നിലനിൽക്കുന്നുണ്ട്. സെൻസെക്സ് 370 പോയിൻറ്റിൻ്റെ ഒരു റാലി രേഖപ്പെടുത്തി. ഇന്നും ഓട്ടോമൊബൈൽ സെക്ടറും കൂടാതെ തന്നെ റിലയൻസിൻ്റെ ശക്തമായിട്ടുള്ളൊരു റാലിയിൽ പുറത്താണ് നിഫ്റ്റി അതിശക്തമായിട്ട് 25,000 അടുത്ത് എത്തിച്ചേർന്നിരിക്കുന്നത്. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് കാണാം. ഇന്നലെ ഒരു പ്രൈസ് ആക്ഷനൊക്കെ ഉണ്ടായിരുന്നു. ചാർട്ടിൽ മാർക്കറ്റ് 2 ദിവസത്തെ ചാർട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ഇന്നലത്തെ ഗ്യാപ്പ് അപ്പ്, അതിനുശേഷം 25,000 ആ ഒരു റെസിസ്റ്റൻസ്. ഇന്നും മാർക്കറ്റ് ആ ഒരു പോയിന്റിൽ തന്നെ മൾട്ടിപ്പിൾ ടൈം ടച്ച് ചെയ്തിട്ടുണ്ട്. 24,850 ഈ 2 ദിവസത്തിലെ മാർക്കറ്റിൻ്റെ ഒരു ലോ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ആ ലെവലിലേക്കൊന്നും മാർക്കറ്റ് പോയിട്ടില്ല. ഇന്ന് മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ സസ്റ്റെയിൻ ചെയ്ത് നിലനിന്നിട്ടുണ്ട്. ഇന്ന് നിഫ്റ്റിയിൽ പ്രധാനമായിട്ടും റാലിക്ക് ചുക്കാൻ പിടിച്ചത് ടാറ്റ മോട്ടോഴ്സ്, കൂടാതെ തന്നെ അദാനി പോർട്ട്, റിലയൻസ് കാണാം 2.78, ഹീറോ മോട്ടോ കോർപ്പും ബജാജ് ഓട്ടോയും നല്ല രീതിയിലൊരു പ്രകടനം നടത്തി. ഡോക്ടർ റെഡ്ഡി, ബജാജ് ഫിൻസർവ്, ഹിൻഡൽകോ, സിപ്ല, MNM തുടങ്ങിയ കമ്പനീസിലാണ് പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടത്. റിലയൻസിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ ന്യൂസ് ഉണ്ട് റിലയൻസിൽ. ഒന്ന്, ജിയോ ഇവരുടെ താരിഫുകളെല്ലാം തന്നെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ള ന്യൂസ്. കൂടാതെ തന്നെ S&P റിലയൻസിനെ അപ്ഗ്രേഡ് ചെയ്തു എന്നുള്ള ന്യൂസ്. പിന്നെ ഇന്നലെ കണ്ടിരുന്നു റിലയൻസ് ഹെർബൽ ഡ്രിങ്കിങ് കമ്പനീനെ അക്യൂർ ചെയ്തു എന്നുള്ള ന്യൂസ്. ഈ 3 മൾട്ടിപ്പിൾ ന്യൂസാണ് റിലയൻസ് ഇന്ന് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് തരാൻ കാരണം. കൂടാതെ തന്നെ ടെക്സ്റ്റൈൽ മേഖലയിലും ഇന്നൊരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടു. ഗവൺമെൻറ് ഇമ്പോർട്ട് ഡ്യൂട്ടി ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രീസിൻ്റെ കുറയ്ക്കും എന്നുള്ള, അല്ലെങ്കിൽ ഭാഗികമായിട്ട് ഒഴിവാക്കുമെന്നുള്ള ഒരു ന്യൂസ് കാരണം കോട്ടൺ കമ്പനിയായിട്ടുള്ള റൈമണ്ട് ഉൾപ്പെടെയുള്ള കമ്പനീസിൽ പോസിറ്റീവ് റിയാക്ഷൻ കണ്ടു. ഓട്ടോ സെക്ടറും ദീപാവലി അടുത്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉത്സവകാലം മുൻനിർത്തി ഓട്ടോ സെക്ടറിൽ ഫ്രഷ് ബൈയിങ് നമ്മൾ കണ്ടു. ഗ്ലോബൽ മാർക്കറ്റ് എന്നാൽ അത്ര കെങ്കേമമായി അല്ല മുന്നോട്ട് പോകുന്നത്. ഒരു സസ്റ്റെയിൻ ചെയ്താണ് ഗ്ലോബൽ മാർക്കറ്റ് പോകുന്നത്. ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ വിസിബിൾ ആണെന്നാൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിട്ട് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്സ്ഡ് ആണെന്ന് പൊതുവേ പറയാം. ഗ്ലോബൽ മാർക്കറ്റ് കാണാം, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന 3 യൂറോപ്യൻ മാർക്കറ്റും താഴെ പോസിറ്റീവിൽ നിലകൊള്ളുന്നുണ്ട്. ഇന്ത്യ വിക്സ് ഇന്ന് 4.46% ക്രാഷായി 11.79. കൂടാതെ തന്നെ ഡോ ഫ്യൂച്ചർ പ്ലസ് ആണ്. അതിന് മുകളിലുള്ള ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടു. ഗോൾഡ് $7 ഉയർന്ന് $3,340 എന്ന നിലയിലാണ്. ബിറ്റ്കോയിനും 1,15,000 എന്ന റേഞ്ചിൽ തന്നെ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഗ്ലോബലി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാതിന് മുമ്പ് നമ്മുടെ ITR ഫയൽ ചെയ്യേണ്ട തീയതി അടുത്തു. അപ്പോൾ ITR ഫയൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഒരു ഫിനാൻഷ്യൽ പ്രൂഫാണ്. ലോൺ കിട്ടാനും പഠനാവശ്യത്തിനെല്ലാം തന്നെ നമുക്ക് ITR ഫയൽ ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കാം. കൂടാതെ തന്നെ നമുക്ക് ഈ വർഷം ഉണ്ടായ ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ അതായിട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ITR ഫയൽ ചെയ്യുന്നതിലൂടെ ഉണ്ട് എന്ന് മാത്രമല്ല, ഫയൽ ചെയ്തില്ലെങ്കിൽ നമുക്ക് നോട്ടീസ് വരും, പിന്നെ അതിൻ്റെ പുറകെ നമ്മൾ നടക്കണം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളും കൂടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ITR ഫയൽ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഒരു ഗൂഗിൾ ഫോം വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഡീറ്റെയിൽ ഫില്ല് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യുന്ന മുറക്ക് കൺസൾട്ടൻറ്റ് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്ക് ഫസ്റ്റ് കമൻറ്റിൽ ഗൂഗിൾ ഫോം ചെക്ക് ചെയ്യുക. ഇനി നേരെ സ്റ്റോക്കിൻ്റെ വാർത്തകളിലേക്ക് പോകാം. ബൈസൽ റെക്കമെൻഡേഷൻ ഒന്നുമല്ല, വാർത്തകൾ മാത്രമാണ്. ലോയ്ഡ്സ് മിറ്റൽ കമ്പനി ഇവരെ സംബന്ധിച്ചുള്ള ന്യൂസ് ഉള്ളത്, ഇവർക്ക് ടാൻസി 3 and 4 ഈ മധ്യപ്രദേശിലുള്ള കോൾ മൈനിങ് ആണ്. അപ്പോൾ അവിടെ നിന്ന് ഇവർക്ക് ഒരു ഓർഡർ ലഭിച്ചതായിട്ടുള്ള ന്യൂസ് ഉണ്ട്. ഗ്ലോബൽ സിവിൽ കമ്പനി ഇവർക്ക് 222 കോടി രൂപയുടെ ഓർഡർ ക്രിക്കറ്റ് സ്റ്റേഡിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് ഹരിയാന സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ലഭിച്ചു. IPO വരുമ്പോൾ 3 IPO ആണ്. ശ്രീജി ഷിപ്പിംഗ്, കൂടാതെ തന്നെ പട്ടേൽ റീറ്റെയിൽ, കൂടാതെ തന്നെ ജം അരോമാറ്റിക് പൊടി തുടങ്ങിയ 3 കമ്പനീസിൻ്റെ IPOs ഓൺഗോയിങ് ആണ്. IPO വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നമ്മുടെ GPayയിലൂടെ പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ സംബന്ധിച്ചുള്ള വീഡിയോസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. SMPL ഇൻഫ്രാ കമ്പനി 1,073 കോടി രൂപയുടെ ഓർഡർ ഇൻഡോർ സ്റ്റേറ്റ് ഗവൺമെൻറ് ഭാഗത്ത് നിന്ന് ലഭിച്ചു. വികാസ് എക്കോ ടെക് കമ്പനി ഒലട്ര ഗ്രീൻ ടെക്കിൻ്റെ ഭാഗത്ത് നിന്ന് 3 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റാനെ ഹോൾഡിംഗ് കമ്പനി ഇവർ റാനെ സ്റ്റീറിംഗ് സിസ്റ്റത്തിൽ മേജർ സ്റ്റേക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. ബോംബെ ഡൈയിങ് കമ്പനി
ടാക്സ് റീഫണ്ടിനെ സംബന്ധിച്ചുള്ളൊരു കേസ് ഉണ്ടായിരുന്നു. കേസിൽ കമ്പനി ജയിച്ചു എന്നുള്ളൊരു ന്യൂസ്. IDFC ബാങ്ക് 1230 കോടി രൂപയുടെ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട് കമ്പനി. IOC കമ്പനി ഏവിയേഷൻ ഫ്യൂവൽ സപ്ലൈ ചെയ്യാനായിട്ട് എയർ ഇന്ത്യയായിട്ട് IOC ധാരണയിലെത്തി. റാംകോ സിമെൻറ്റ് കമ്പനി ഇവരുടെ ഒരു പുതിയ പ്രൊഡക്റ്റ് ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 2000 കോടി രൂപയാണ് സെയിൽസ് പൊട്ടൻഷ്യൽ കമ്പനി എയിം ചെയ്യുന്നത്. സർദ എനർജി കമ്പനി 24 കോടി രൂപയുടെ കോൾ മൈനിങ് ഓർഡർ മധ്യപ്രദേശിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. കാമത്ത് ഹോട്ടൽ ഗോവയിൽ അവരുടെ 2ാമത്തെ ഹോട്ടൽ ഓപ്പൺ ചെയ്തു. അലംബിക് ഫാർമ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. എക്സാവെയർ കമ്പനി അപ്ഗ്രാൻഡായിട്ട് ഒരു പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. TCS ലാറ്റിൻ അമേരിക്കയിൽ അവരുടെ പുതിയ AI സെൻറ്റർ ഓപ്പൺ ചെയ്യുകയാണ്. ടെമ്പോ ഗ്ലോബൽ കമ്പനി കൊളംബോ എയർപോർട്ടിൻ്റെ ഭാഗത്തു നിന്ന് പുതിയ ഏവിയേഷൻ ടാങ്കിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓർഡർ ലഭിച്ചു. കർണക്സ് മൈക്രോ സിസ്റ്റം 150 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. ഫാക്ട് ചൈന ഫെർട്ടിലൈസർ റെസ്ട്രിക്ഷൻസ് ഇന്ത്യയിൽ നിന്നുള്ള റെസ്ട്രിക്ഷൻസ് ചൈന റിമൂവ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഫാക്ട് 2 ദിവസമായിട്ട് പോസിറ്റീവാണ്. സമാനമായ സിമിലർ ആയിട്ടുള്ള ന്യൂസാണ് നാഷണൽ ഫെർട്ടിലൈസർ ലിമിറ്റഡും സെയിം ന്യൂസാണുള്ളത്. ന്യൂക്ലിയസ് സോഫ്റ്റ്വെയർ കമ്പനി ഇവർ സാരഥി ഫിനാൻസായിട്ട് പുതിയ ജോയിൻറ്റ് വെഞ്ചർ കോൺട്രാക്ട് സൈൻ ചെയ്തു. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് എല്ലാം തന്നെ ഇവർ ലോഞ്ച് ചെയ്യുന്നുണ്ട്. റിലയൻസ് ഇൻഫ്ര കമ്പനി പുതിയ സോളാർ ഓർഡറുകൾ NHPCയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ ഉള്ള ന്യൂസ്. ഗ്ലോബലി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ 25,000 നിഫ്റ്റി സാവധാനം എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കുള്ളത് താരിഫായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളും അതിൻ്റെ ഔട്ട്കമാണ്. മൾട്ടിപ്പിൾ ടൈംസ് ഇതേ കാര്യങ്ങൾ തന്നെ ന്യൂസിൽ വന്നു. മാർക്കറ്റ് അത് റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പണ്ടത്തെ പോലെ ഇപ്പോൾ ട്രംപ് ഇനിയിപ്പോൾ പ്രത്യേകിച്ചെന്ന് പറഞ്ഞാൽ പോലും അത് മാർക്കറ്റ് ഓൾറെഡി തന്നെ റിയാക്ട് ചെയ്യപ്പെട്ടത് കൊണ്ട് അതിൻ്റെ ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസാണ് എടുക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇപ്പം നമുക്കുള്ളൊരു ആശ്വസിക്കാനുള്ള വക. ഫസ്റ്റ് ഡേ ട്രംപിൻ്റെ ആ ഒരു അനൗൺസ്മെൻറ്റ് വന്ന സമയത്ത് നിഫ്റ്റി ഓൾമോസ്റ്റ് മോർ ദാൻ 700 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗണുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള സിവിയർ സിനാരിയോസ് ഇനി റിപ്പീറ്റ് ആകാനുള്ള പോസിബിലിറ്റീസ് കുറവാണ് കമ്പാരിറ്റീവ്ലി. അപ്പോൾ ഇനിയോ നമുക്ക് നാളെ രാവിലെ നമുക്ക് പ്രീ മാർക്കറ്റ് സെക്ഷൻസായിട്ട് എത്താം. എല്ലാവർക്കും നമ്മുടെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഓൾ. ഗുഡ്